രണ്ടാം വരവിൽ ലോകം കൈപ്പിടിയിലൊതുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്ക് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ, കാനഡ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ ട്രംപ് തന്റെ സ്ഥിരം ശൈലിയിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിന്റെ ഇരട്ടി ശബ്ദത്തിലാണ് ട്രംപിന് തിരിച്ചു ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ വരെ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തീരുവ പ്രശ്നം മാത്രമല്ല, യുക്രൈൻ പിടിച്ചടക്കാൻ ട്രംപ് മുന്നോട്ടുവച്ച ഫോർമുലയിൽ കടുത്ത എതിർപ്പാണ് ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ യാതൊരു ഭീഷണിക്കും വഴങ്ങാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഹങ്കാരത്തിനു മുന്നിൽ പതറാത്ത യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ കഴിഞ്ഞ ദിവസത്തെ നിലപാടാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് തലതിരിഞ്ഞെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കട്ട സപ്പോർട്ടാണ് സെലൻസ്കിക്ക് നൽകുന്നത്. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുമുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചതും. സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിലുണ്ടായ വാക്കേറ്റവും വെല്ലുവിളിയും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ എല്ലാ അർത്ഥത്തിലും സെലൻസ്കി വെല്ലുവിളിച്ചു. ഇതേ തുടർന്ന് ചർച്ച അലസിപ്പിരിഞ്ഞെങ്കിലും പുലിയുടെ മടയിൽ കയറി വെട്ടിയ സെലൻസ്കി ഇപ്പോൾ സ്റ്റാർ ആയിരിക്കുകയാണ്. ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താസമ്മേളനം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുകയും ചെയ്തു. പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങുകയായിരുന്നു. ഇതോടെ യുക്രൈൻ റഷ്യൻ സംഘർഷം പുതിയ തലത്തിലെത്തുകയാണ്. അതിനിടെ യുക്രൈനിൽ റഷ്യൻ ബോംബാക്രമണവും നടന്നു. റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക നിലപാടെടുത്തതാണ് സെലൻസ്കിയെ ചുടിപ്പിച്ചത്. റഷ്യയ്ക്ക് വേണ്ടിയായിരുന്നു ട്രംപ് സംസാരിച്ചതും. ഇതാണ് സെലൻസ്കിയുടെ പ്രതികരണങ്ങൾ രൂക്ഷമാക്കിയത്. ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. പുടിനിൽ വിശ്വസിക്കാനാവുന്ന വ്യക്തിയല്ലെന്നും കൊലയാളിയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും വ്യക്തമാക്കിയ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേതെന്ന് ട്രംപ് ആരോപിച്ചു. ഇതോടെ പുടിനോടുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ചു. അമേരിക്ക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ജനതയോട് ഞാൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ട്, സെലൻസ്കി പറഞ്ഞു. രാഷ്ട്ര നേതാക്കളുടെ പതിവ് ചർച്ചകളിൽ നിന്ന് മാറി പരസ്പരം വാക്കുതർക്കത്തിലേക്ക് നീണ്ടതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത്. ഇത്തരത്തിലൊരു നയതന്ത്ര ചർച്ചയ്ക്ക് മുമ്പൊന്നും ലോകം സാക്ഷിയായതുമില്ല. ട്രംപിന്റെ റഷ്യൻ അനുകൂല നയം മയപ്പെടുത്താനും US സൈനിക സഹായം ഉറപ്പാക്കുന്നതിനും റിപ്പബ്ലിക്കൻ കക്ഷി നേതാക്കളുടെ പിന്തുണ നേടാൻ സന്ദർശനം സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സെലൻസ്കി. അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവായി സെലൻസ്കി മാറി. പിന്നാലെ US ഇടപെടുകയാണെങ്കിൽ സെലൻസ്കി സമാധാനത്തിന് തയ്യാറല്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും സെലൻസ്കി USനെ അപമാനിച്ചെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ ആരോപിച്ചു. സമാധാനത്തിന് തയ്യാറുള്ളപ്പോൾ സെലൻസ്കിക്ക് തിരിച്ചുവരാമെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ USന് ചെലവായ പണത്തിനു പകരമായി യുക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവ വ്യവസായങ്ങളുടെ 50% വരുമാനം USുമായി പങ്കിടുന്ന കരാറിൽ സെലൻസ്കി ഒപ്പുവച്ചില്ല. റഷ്യയ്ക്കെതിരായ യുദ്ധത്തിൽ ജോ ബൈഡൻ ഭരണകൂടം യുക്രൈനിന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിയിരുന്നുവെങ്കിലും റഷ്യൻ അനുകൂല നിലപാടാണ് ട്രംപിനുള്ളത്. സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നീക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ധാതുവിഭവങ്ങൾ, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയ്ക്കൊപ്പം തുറമുഖങ്ങളുടെയും പ്രകൃതിവാതക ടെർമിനലുകളുടെയും ഉടമസ്ഥതയും USന് കൈമാറണം. ഇതിനു പകരമായി സൈനിക സുരക്ഷാ ഉറപ്പുകളൊന്നും കരാറിലില്ലെന്നതാണ് ശ്രദ്ധേയം. സെലൻസ്കി ട്രംപ് ചർച്ച പൊളിഞ്ഞതിന് പിന്നാലെയാണ് യുക്രൈനിൽ റഷ്യ ബോംബാക്രമണം നടത്തിയത്. ഖർക്കീവിലെ ആശുപത്രിയിലായിരുന്നു ഡ്രോണാക്രമണം. നിരവധി ബോംബുകൾ വർഷിക്കപ്പെട്ടു. ട്രംപിനോട് പിണങ്ങിപ്പോയ സെലൻസ്കിക്ക് മറുപടി നൽകാനാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ 3 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്ത 5 മേഖലകൾ യുക്രൈന് വിട്ടുനൽകുന്നതിനെക്കുറിച്ച് ചർച്ചയില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലകൾ വിഭജിക്കാൻ കഴിയുന്നതല്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. USും റഷ്യയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഇത്ര എളുപ്പത്തിലും വേഗത്തിലുമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധതയുമാണ് ഇത് സാധ്യമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബന്ധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് റഷ്യയുടെയും USന്റെയും നയതന്ത്ര പ്രതിനിധികൾ വീണ്ടും ചർച്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെസ്കോവിന്റെ പ്രസ്താവന. തുർക്കിയിലെ ഇസ്താംബൂളിൽ US കോൺസൽ ജനറലിന്റെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലെടുത്ത തീരുമാനപ്രകാരമായിരുന്നു നടപടി. ദിവസങ്ങൾക്ക് മുമ്പ് റിയാദിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തി എംബസികൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. അതിനിടെ യുക്രൈന്റെ ഒരു ഗ്രാമം കൂടി തിരിച്ചു പിടിച്ചെടുത്തതായി റഷ്യൻ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം യുക്രൈൻ പിടിച്ചെടുത്ത നിക്കോൾസ്കി ഗ്രാമമാണ് തിരിച്ചുപിടിച്ചത്. 142 കേന്ദ്രങ്ങൾക്കു നേരെ കഴിഞ്ഞ രാത്രി സംയുക്ത ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ സൈന്യത്തിന്റെ വ്യോമതാവളം, ഡ്രോൺ ഓപ്പറേറ്റർ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം.
റഷ്യ ഒറ്റ രാത്രി കൊണ്ട് പ്രയോഗിച്ച 166 ഡ്രോണുകളിൽ 90 വെടിവെച്ചിട്ടതായി യുക്രൈനും അവകാശപ്പെടുന്നു.